ശ്രീകുട്ടി ഇതൊരു നീറ്റില്ല. ഈശ്വര, അവൾക്ക് സ്കൂളിൽ പോകണമെന്നുള്ള വിചാരമൊന്നും ഇല്ലേ? ഗുഡ് മോർണിംഗ് അമ്മ. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഈ വളിച്ച ദിവസം നിന്നുള്ളൂ. തന്തയ്ക്കും മക്കൾക്കൊക്കെ ഓരോന്ന് ഇഷ്ടം. ഇതെന്താ തോന്നുന്ന പോലെ ഉണ്ടാകുക? ഹോട്ടലാണല്ലോ അവിടെ നടത്തണേ. രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്താലും ഒരു വിലയില്ല. കുറ്റം പറയാൻ നല്ല ആവേശം. നീ വേണമെങ്കിൽ തിന്നാൽ മതി, അല്ല പിന്നെ. ഓ, ഞാൻ തിന്നോളേ. അല്ല അമ്മ, അച്ഛൻ എന്തിയെ? ഞാൻ വിളിക്കാൻ നോക്കിയാലോ. ഇന്ന് സ്കൂളിൽ ഉണ്ടാക്കുന്ന അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എവിടെ പോയേ? അച്ഛൻ പോയല്ലോ മോളെ. ഇന്ന് സന്തോഷത്തിനും കുടുംബം വരുന്നുണ്ട് അത്രേ. അവരെ വിളിക്കാൻ വേണ്ടി പോയിരിക്കാം രാവിലെ തന്നെ. പാവന്റെ ഏട്ടൻ ഇനി 2 ദിവസത്തിന് ചോറ് ഇറങ്ങിയില്ലാത്തോണ്ടേന്ന്. ശ്രീകുട്ടി, ചെറിയ വലിയ വർത്താനം പറയുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. നിന്റെ ലഞ്ച് ബോക്സ് അതാണ് വെച്ചിരിക്കുന്നത്. അതെടുത്തിട്ട് സ്കൂളിൽ പോകാൻ നോക്കുന്നത്. അമ്മ, ഇപ്പൊ തന്നെ എത്ര നേരം അച്ഛനില്ലാതെ ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോകാനോ? ഇപ്പൊ നടന്നു പോകാൻ എത്ര സമയം എടുക്കും? അതുകൊണ്ട് നമുക്ക് ലീവ് എടുക്കാനേ. ശ്രീകുട്ടി, രാവിലെ തന്നെ കൈക്ക് പണിയുണ്ടാക്കാൻ നിൽക്കരുത്. അവള് സ്കൂളിൽ പോയി നിൽച്ചിടുങ്ങ. ആ സച്ചു മർത്തിരിക്കണം. അവനോട് പറ, അവൻ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കും. പാവേട്ടൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിലും വന്ന് ഞാൻ ലീവ് എടുക്കല്ലേ? ഞാൻ ഇനിയും പറയണോ? ലഞ്ച് ബോക്സ്. ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഏട്ടാ, സച്ചേട്ടാ എവിടെ? എന്താടി ഇതൊരു ക്ലാസ്സിൽ പോകാനായില്ലേ? ഏട്ടാ, അതിന്റെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കുമെന്ന് അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞതാ. പക്ഷെ രാവിലെ തന്നെ അച്ഛൻ സന്തോഷങ്ങളില് ആനീന്റെയൊക്കെ വിളിക്കാൻ പോയിരിക്കുക. അയാള് വരുന്നുണ്ടോ? അയാളുടെ കൂടെ അച്ഛൻ വരുന്നുണ്ടോ? ആ, കുടുംബത്തോടെ വരുന്നുണ്ടെന്ന് ഏട്ടൻ. ഏട്ടൻ എന്തായാലും നല്ല പൊറുതി അതിന് മുതല്. അവരിപ്പോ വന്നാലും ഇല്ലെങ്കിലും എന്റെ ചെവിക്ക് നല്ല പൊറുത്തി തന്നെ. മോള് വണ്ടി കയറി കേട്ടം കൊണ്ടേ ആക്കാം. വേറെ പരിപാടി ഉണ്ട് കഴിഞ്ഞിട്ട്. ഏട്ടന്റെ പരിപാടി എന്താണെന്ന് എനിക്കറിയാം. അരവിന്ദേട്ടന്റെ കൂടെ ചായക്കാരെ പോയി നിന്നിട്ട് അവിടെ വന്ന് ചേച്ചിമാരൊക്കെ കൈയടിക്കാനല്ലേ? കുരുപ്പേ, ചെറിയ വലിയ വർത്താനം പറഞ്ഞാണല്ലോ. ഒന്നര തരും ഞാന്. നീ തല്ലോ? ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതാ പണിയുന്നു, കോളേജിൽ പോവാന്ന് പറഞ്ഞ കുറെ നേരം ചായക്കാരെ നിന്നതിന് ശേഷം കോളേജിലേക്ക് പോവാന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. എന്നൊരു തമാശ കാര്യമൊക്കെ മോള് കേട്ടും കൊണ്ടുവെക്കാം. എന്റെ അമ്മേ, ഈ പിള്ളേര് നേരെ നീറ്റില്ലേ? എടി ശാലു, ലച്ചു, എനിക്ക് അമ്മ ഒരു 5 മിനിറ്റ് കൂടെ പ്ലീസ്. ഈ ശാലു 8 മണി. നിങ്ങൾ കോളേജിൽ പോകണ്ട മക്കളെ. എനിക്ക് ഞാൻ താഴോട്ട് പോവാ. തിരിച്ചു വരുമ്പോ നീറ്റില്ലെങ്കിൽ 2 കിട്ടൂലെന്ന് കേട്ടല്ലോ. എടി ലച്ചു, എനിക്ക് 8 മണി ആവാനായി. ഈശ്വര, 8 മണി ഒന്നി മാറിക്കേ. ഞാൻ പോയി കുളിക്കട്ടെ. ലച്ചുമോള് വന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ ലച്ചുമോളെ, അമ്മ നിന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. മേമേ, ഞാൻ പോയിട്ട് വരാം. ശാലു, നീ ഉമ്മർത്തിറങ്ങി നിൽക്ക്. അമ്മേനെ കണ്ടുകഴിഞ്ഞിട്ട് നമുക്കൊപ്പം കോളേജിലേക്ക് പോവാം. ഞാൻ പുറത്തിറങ്ങി നിൽക്കണേ, നീ പോയിട്ട് വാ. എന്നോട് ഈ നേരത്തെ വരാൻ പറഞ്ഞ ടീച്ചർ എവിടെ പോയി നിൽക്കുക? ഡാ സച്ചി, ഇവിടെ ഉണ്ടായിരുന്നോ തമ്പുരാൻ? എത്ര നേരമായിടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒന്നും പറയണ്ടടാ, നിനക്കറിയണതല്ലേ എൻ്റെ പെങ്ങളെ. ഇങ്ങനത്തെ ഒരു തീറ്റിപ്പണ്ടാരം. രാവിലെ അമ്മ ദോശ ഉണ്ടാക്കിയത് അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കടയിൽ പോയി പൊറാട്ട ഇറച്ചി വാങ്ങിപ്പിച്ചിട്ടാണ് ആ പന്നീൻ്റെ ഇങ്ങോട്ട് വിടുന്നത്. അതാണ് അത്ര നേരം വൈകിയേ. നിനക്ക് അങ്ങനെ തന്നെ വേണടാ. ഒന്ന് പോയേടാ. എടാ സച്ചി, നീ ഒന്ന് അങ്ങോട്ട് നോക്ക്. ആ പെണ്ണ് നിന്നെ കുറേ നേരമായി നോക്കണു. ആടാ, ഞാനത് നേരത്തെ കണ്ടു. കുറേ നേരമായി. പിന്നെ ഇങ്ങനത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ 2 ആളും ഇവിടെ വന്ന് നിൽക്കുന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ ഇപ്പോഴേ നേരം വൈകിക്കണം കോളേജിലേക്ക് പോകാൻ. നീ വന്നേ, ചെറിയ വിളിച്ചിക്കാതെ.
ആടാ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ച്. ഞാൻ ഇന്ന് കോളേജിലേക്കില്ല. ഇന്ന് അർജുനും സന്തോഷങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇന്ന് കോളേജിലേക്ക് പോകണ്ടാന്ന്. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. തൽക്കാലം നീ പൊക്കോ. എടാ അയാളാ ചൊറിയാൻ തന്തല്ലേ? അയാളെ മോൻ ഇന്നാണോ കെട്ടിയെടുക്കണേ? എന്നാ നിനക്കിന്ന് വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതല്ലേലും +2 കഴിഞ്ഞ് മുതൽ വീട്ടിലുണ്ടായിട്ടില്ലല്ലോ. ഹാ അതൊക്കെ പോട്ടെ. എന്നാ ഞാനൊന്നില്ല. എന്നാ ശരി പോട്ടെടാ, നാളെ കാണാം. നീ ഇല്ലാത്ത ഞാനും കോളേജിലേക്ക് പോണില്ല. എന്നാ ശരിയടാ, പോയിട്ട് വാ, നാളെ കാണാം. മുറ്റത്തൊക്കെ ചെരുപ്പുണ്ടല്ലോ. അപ്പം അവരെത്തി തോന്നുന്നു. ഈശ്വര, എല്ലാം ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. ആ മോൻ എത്തിയോ? മാധവേട്ടൻ നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞോളൂ. മാധവേട്ട അതാ സച്ചി. സച്ചി അർജുമോനുള്ള റൂം ശരിയാക്ക് നീ. ശരിയാക്കാം. എൻ്റെ കൃഷ്ണ, എന്ന് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരെ, എന്ന് എനിക്ക് ആ പഴയ അച്ഛനെയും മോൻ തിരിച്ചു കിട്ടുക.